ഉസ്ബെക്കിസ്ഥാനിൽ ഹരിപ്പാട് സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യം BJPയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ ഹരിപ്പാട് സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് BJP ആലപ്പുഴ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്തും സാവരിയ ബസന്തിനെ കൊന്ന കൊലയാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയവും ഉത്കണ്ഠയും ഇന്ന് ഈ കേരളത്തിലെ ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, സാവരിയ ബസന്തിന്റെ കേസ് കേവലം രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചാൽ പോരാ. ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇമ്പിടി വലിയ പോലീസാണെന്നേ ഉള്ളൂ. കേരളത്തിലെ പിണറായി BD സതീശന്റെ പോലീസ് തന്നെയാണ് ക്രൈം ബ്രാഞ്ച്. ഈ ക്രൈം ബ്രാഞ്ചിന് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് അധികാരമൊന്നും ക്രൈം ബ്രാഞ്ചിനില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയുന്നത് ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളത് അന്വേഷിക്കണം. ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് മുതൽ ആ കുട്ടിയെ കൊന്ന് ശവശരീരം തിരിച്ച് ഹരിപ്പാട്ടേക്ക് എത്തിച്ചതുവരെയുള്ള കാര്യങ്ങളിലെ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയുള്ള കൊലപാതകം നടത്താൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ലാപ്ടോപ്പ് ശവശരീരത്തോടൊപ്പം തന്നെ ഹരിപ്പാട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊല നടക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ ഹരിപ്പാട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ സാധാരണ നിലയിൽ എവിഡൻഷ്യറി വാല്യൂ ഉള്ളതാണ്. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമായിട്ടുള്ള ലാപ്ടോപ്പും ആ കൊലപാതക സമയത്ത് രക്തക്കറ പറ്റിയിട്ടുള്ള ആ ഡ്രസ്സും എവിഡൻഷ്യറി വാല്യൂ ഉള്ളതാണ്. അന്വേഷണം നടക്കുന്ന സ്ഥലത്ത് കോടതിയിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ. ആ സാധനങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, ആ തെളിവുകൾ ഇന്ന് ഈ കേസ് അന്വേഷിക്കുന്ന കേസിന്റെ വിധി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉസ്ബെക്കിസ്ഥാനിലെ കോടതിയിൽ ലഭ്യമല്ല എന്നതാണ് അത് ഇങ്ങോട്ട് അയച്ചതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ രക്ഷിക്കാൻ ഉസ്ബെക്കിസ്ഥാനിലും മലപ്പുറത്തും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും ഒരുപോലെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ നാടും സംശയിക്കുകയാണ്. സാവരിയ ബസന്തിനെ കൊലപ്പെടുത്തിയ സദറുൽ അനത്തെ സംരക്ഷിക്കാൻ സെക്രട്ടേറിയറ്റിൽ അടക്കം നീക്കം നടക്കുന്നോ എന്ന സംശയം നിലനിൽക്കുന്നുവെന്ന് S. സുരേഷ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയുടെ പോലീസ് അന്വേഷണം നടത്തിയാൽ നീതി ലഭിക്കില്ല. ഉസ്ബെക്കിസ്ഥാനിലെ അന്വേഷണ സംഘത്തിന്റെ പക്കൽ കൊലപാതകത്തിലെ മുഖ്യ തെളിവുകൾ ഇല്ല. ഉസ്ബെക്കിസ്ഥാനിലും മലപ്പുറത്തും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി BJP സംശയിക്കുന്നു. സാവരിയ ബസന്ത് കൊല്ലപ്പെടും മുമ്പ് അതിക്രൂരമായി മർദ്ദനം നേരിട്ടു. നടന്നത് ആസൂത്രിത കൊലപാതകം. ഇതിന്റെ പിന്നിലുള്ള ആസൂത്രണവും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണം. അതിന് CBIക്ക് കൈമാറണമെന്നും സുരേഷ് പറഞ്ഞു. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറിമാരായ MV ഗോപകുമാർ, പൂന്തുറ ശ്രീകുമാർ തുടങ്ങിയവരും സംസാരിച്ചു.